ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ കുറേ ദിവസമായാലും നമ്മൾ വോയിസ് ഒക്കെ കൊടുത്തിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതേ ഞാൻ പഠിച്ചത് 10ാം ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ സ്കൂളിൻ്റെ ഒരു 10ാം ക്ലാസ് ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് ബാച്ചിൻ്റെ എല്ലാ കുട്ടികളിലും കുറച്ച് കുട്ടികൾ എല്ലാ ബാച്ചും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തൊരു പരിപാടിയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദൈവമായിട്ട് നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അറേഞ്ച് ചെയ്തത്, പലയിടത്തും കിടക്കുന്ന പലവരും ഒരുമിച്ച് കൂട്ടിയതും ഈ ഒരു പ്രോഗ്രാം നടത്താൻ മുന്നിട്ട് നിന്നതൊക്കെ ഇവളാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരെ ഒരുപാട് വർഷമായില്ല എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ എല്ലാവർക്കും ഞാൻ ആരാന്ന് ഉള്ളതെന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓരോരുത്തരും വന്ന് അവരുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. നമ്മൾ മക്കളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ പരിപാടിയുടെ നടത്തിപ്പൊക്കെ ചെയ്തിട്ട് അവൾ തന്നെയാണ് കേട്ടോ. പേര് ഷംസീന, അവളാട്ടോ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. കേക്ക് കട്ടിങ്ങും ഒക്കെ നല്ല ഉഷാറിൽ തന്നെ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ പരിപാടിക്ക് പേര് ഇട്ടിട്ടുള്ളത് ഒരുമിച്ചിരിക്കാന്നാണ് കേട്ടോ നമ്മുടെ പരിപാടിയുടെ പേര്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നാലും എല്ലാവരും മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. ഞാനൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ആർക്കും മനസ്സിലാവുന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. പക്ഷേ എല്ലാവരും ഒരുവിധം എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടായിരുന്നു. സെയിം നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ 1, 2, 3 പേരെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളിലെ കുട്ടികളായിരുന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതിൻ്റെ വലിയ സന്തോഷം. കാരണം ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനൊരു മീറ്റപ്പ് നടത്തുന്നത് തന്നെ. അപ്പോൾ ഇതേതായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ, പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് നല്ല അടിപൊളിയായിരുന്ന സ്കൂളാട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥയിൽ തന്നെ നല്ല മാറ്റം വന്നിട്ടോ. ആകെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് സ്കൂളൊക്കെ. കാരണം ഇപ്പം നമ്മളായിരുന്ന ഗേൾസ് ബോയ്സ് രണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗേൾസും ബോയ്സിന് പുറമെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം തന്നെ വേറെ ഇതും കൂടെ വന്നപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ അതിലാണ് തോന്നുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്റ്റാഫ് റൂമാണിത് വരുന്നത്. ഇതായിരുന്നു ഞാൻ 10ാം ക്ലാസ് പഠിച്ചതിൻ്റെ 10ാം ക്ലാസ് കേട്ടോ. പക്ഷേ ക്ലാസ് റൂം പൂട്ടി കിടക്കുകയായിരുന്നു. ക്ലാസ് റൂമിൽ കയറി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. ക്ലാസ് റൂമിലൊക്കെ പൂട്ടി കിടക്കുകയായിരുന്നു. അങ്ങനെ ഇതേ നമ്മുടെ വരാന്ത ഇതൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു ഓർമ്മയല്ലേ. ഈ വരാന്തയിൽ കൂടെ നടക്കാൻ പറ്റുന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാത്തൊരു കാര്യങ്ങളായിരുന്നു. മാക്സിമം ഞങ്ങളെല്ലാവരും സ്കൂളിൽ മൊത്തം നടന്ന് കണ്ട് കുറച്ച് നമ്മൾ 10:30 മുതൽ 3 മണി വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ മാക്സിമം നമ്മുടെ ആ സ്കൂൾ ലൈഫിനെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മക്കളും ഞങ്ങളും മാത്രമേ ഉണ്ടായിട്ട് ഹസ്ബൻഡ്മാരൊന്നും ഈ പ്രോഗ്രാമിൽ ഉണ്ടായിട്ടില്ല.
പിന്നെ ടീച്ചേഴ്സും ഈ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ലീവ് ആയ കാരണം ടീച്ചേഴ്സിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ വന്നു കണ്ടു, അങ്ങനെ എല്ലാവരും ഒന്ന് പരിചയമൊക്കെ പുതുക്കി. പിന്നെ ഇത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് മാത്രം എടുക്കണോടി. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു അടിപൊളി ദിവസം കൂടെ ആയിരുന്നു കേട്ടോ.